വർഷം 2016 ജൂൺ മാസം 21 നാടിനെ നടുക്കിയ ഒരു കൊലപാതകം. 71 വയസ്സുകാരിയായ നബീസയെ ദമ്പതികൾ വിഷം ചേർത്ത് കൊലപ്പെടുത്തുന്നു. ആദ്യം ചീരക്കറിയിലും കഞ്ഞിയിലും വിഷം ചേർത്ത് നൽകുന്നു. ഇതിലൂടെ മരണം സംഭവിക്കില്ലെന്ന് കണ്ടതോടെ രാത്രിയിൽ നിർബന്ധിച്ച് വായിൽ വിഷമൊഴിച്ച് കൊടുത്ത് മരണം ഉറപ്പാക്കുന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം എന്തു ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലായി ഇരുവരും. ഒടുവിൽ അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. പിന്നീട് ജൂൺ മാസം 24 പുലർച്ചെ അരയാമ്പാവ് ഭാഗത്ത് റോഡരികിൽ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പും കൂടി വെച്ചു. ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കണം, അതായിരുന്നു ഇരുവരുടെയും പ്ലാൻ. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മരണപ്പെട്ട നബീസയ്ക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളതായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത നബീസ എങ്ങനെയാണ് ആത്മഹത്യക്കുറിപ്പ് എഴുതിയതെന്നുള്ള സംശയമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തുന്നതും. മൃതദേഹം കിടക്കുന്ന കാര്യം പോലീസിനെ ആദ്യം വിളിച്ചറിയിച്ചതും പ്രതിയായിട്ടുള്ള ബഷീർ തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഒടുവിൽ സാഹചര്യ തെളിവുകൾ കൃത്യമായി നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കൊലപാതകത്തിന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചപ്പോൾ ശിക്ഷയ്ക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതിന് ബഷീറിന് 7 വർഷം അധിക തടവും കോടതി വിധിച്ചു. പിഴത്തുക നബീസയുടെ അനന്തര അവകാശിക്ക് നൽകുവാനും അന്ന് കോടതി നിർദ്ദേശിക്കുന്നു. 2016 നാടിനെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു നബീസ കൊലക്കേസ്.